പെന്തക്കോസ്ത് മാതാപിതാക്കൾ പാസ്റ്റർമാർക്ക് കാഴ്ചവെച്ച യുവതിയുടെ വെളിപ്പെടുത്തൽ. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ഒരു പാസ്റ്ററുടെ മകളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ യുവതി ഇപ്പോൾ കാനഡയിലാണുള്ളത്. 1 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഈ യുവതിക്ക് തന്റെ മാതാപിതാക്കൾ വീട്ടിൽ വിളിച്ചു കയറ്റിയ പാസ്റ്റർമാരിൽ നിന്നും നേരിടേണ്ടുന്ന ലൈംഗിക ദുരനുഭവങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത്. പാസ്റ്റർമാർ ദൈവദാസനും ദൈവദാസിയും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവന്മാരുടെ മാതാപിതാക്കളുടെ ചെയ്തികൾ കൊണ്ട് ഈ യുവതിയുടെ ദൈവവിശ്വാസം പോലും ഇന്ന് നഷ്ടപ്പെട്ടു പോയി. കൾട്ടുകളുടെ അടിമകളായ മാതാപിതാക്കൾ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഇരകളാകുന്നത് പലപ്പോഴും കുഞ്ഞുമക്കളാണ്. ഇളം പ്രായത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ മുറിവുകൾ അവരുടെ ജീവിതത്തെ തന്നെ പിന്നീട് തകർത്ത് കളയും. തന്റെ ജീവിതം നശിപ്പിച്ച ഈ യുവതിയുടെ മാതാപിതാക്കളോട് ഇന്ന് ഈ യുവതിക്ക് ഇന്ന് വലിയ തീർത്താൽ തീരാത്ത പകയാണുള്ളത്. ആ ട്രോമയിൽ നീറിക്കഴിയുകയാണ് അവർ. ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കതെല്ലാം വ്യക്തമാകും. ഇനിയൊരു കുട്ടികൾക്കും ഇതുപോലെയൊരു ദുരനുഭവം ഉണ്ടാകരുത് എന്ന് കരുതി മാത്രമാണ് ഈ യുവതി i2i ന്യൂസിനോട് സംപ്രേഷണം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. തന്റെ ഫോട്ടോയും അഡ്രസ്സും സഹിതം ഈ വാർത്ത നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവരുടെ കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ച് ഞങ്ങൾ ഇവരുടെ ഐഡന്റിറ്റി പുറത്തുവിടുന്നില്ല. ഞങ്ങൾ ഈ വിവരം പുറത്തുവിടുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം ഇപ്പോഴും നിരവധി കുട്ടികൾ വിശ്വാസത്തിന്റെ മറവിൽ ഇത്തരം ആത്മീയ കച്ചവടക്കാരാൽ പാസ്റ്റർമാരാൽ ചൂഷണത്തിന് ഇരയാകുന്നു എന്ന നഗ്നസത്യം മനസ്സിലാക്കി തന്നെയാണ്. ഈ യുവതി തന്റെ മാതാപിതാക്കളെ ഇത്രയും നിശിതമായി വിമർശിക്കുമ്പോൾ കേൾവിക്കാർക്ക് പോലും ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചാൽ ഇവൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യുവതിയുടെ വെളിപ്പെടുത്തലിലേക്ക്. ഹലോ സർ, എൻ്റെ പേര്, ഞാൻ ഇപ്പം കാനഡയിലാണുള്ളത്. ഞാൻ സ്വദേശിനിയാണ്. ഞാൻ നിർഭാഗ്യവശാൽ പെന്തക്കോസ്തിൽ ജനിച്ചു പോയ ഒരാളാണ്. എൻ്റെ കുഴപ്പമല്ല അത്. അപ്പം എനിക്ക് കുറച്ച് ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്ന് സാറിനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പം പൊളിറ്റിക്കലിയും ഇവർക്ക് നല്ല കുറേ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ നേരിട്ട് വിമർശിച്ച വിമർശനമൊന്നും അത് ആ കറക്റ്റ് സെൻസിൽ ഇവരെടുക്കില്ല. ഒരു ജിഹാദ് പോലുള്ള ആൾക്കാരാണിവർ. അപ്പം ഞാൻ എൻ്റെ ചെറിയ കാലം മുതലേ സെക്ഷലി അബ്യൂസ്ഡാണ്. പലരും എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാവ്, പ്രത്യേകിച്ച് എൻ്റെ മദർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം മറ്റ് പാസ്റ്റർമാർ നമ്മളെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളെ വയലേറ്റ് ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഉള്ളിക്കൂടെ, പുറമെ പ്രത്യക്ഷത്തിലൊന്നും ഇല്ലെങ്കിലും ഉള്ളിക്കൂടെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ സൗകര്യം അതിന് വേണ്ടി. നിങ്ങൾ പെന്തക്കോസ്ത് ഏത് വിഭാഗത്തിലെ ആൾക്കാരായിരുന്നു? ആര്? ഞാനോ? അല്ല, നിങ്ങളുടെ കുടുംബ അമ്മയും നിങ്ങളൊക്കെ ഏത് പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നു? ഞാൻ പെന്തക്കോസ്തിലല്ല. ഞാൻ AG ചർച്ചിലായിരുന്നു ജനിച്ചു വളർന്നത്. ഇവരെല്ലാവരും AG ചർച്ചിന്റെ ഭാഗമായിരുന്നു. ഞാനല്ല കേട്ടോ. ഞാനിപ്പം പള്ളിയിലൊക്കെ പോയിട്ട് 7 വർഷത്തെ. അതായത് അവര് AG ചർച്ചിന്റെ വിശ്വാസികളായിരുന്നു, അമ്മയും കുടുംബാംഗങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം? അതെ, AG ചർച്ചായിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ദുരനുഭവമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്? ഇവര് പല പാസ്റ്റർമാരെയും കൊണ്ടുവരും. അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ പറഞ്ഞ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിമർശനമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ഇവരൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാണ്. നമുക്ക് ഭൂതമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രേതാത്മാവുണ്ട്, എന്നിട്ട് പല പാസ്റ്റർമാർ വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തി അവരുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു വിഷ്യസ് സർക്കിൾ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവരിങ്ങനെ പറഞ്ഞ് നമ്മളെ ആ ഒരു സൈക്കോളജിക്കലി നമ്മളെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വചനം കൊണ്ടൊക്കെ നമ്മളിലൊരു ഗിൽറ്റ് കോംപ്ലക്സ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഫിയറിലേക്ക് കൊണ്ടുപോയി ഇവർ പറയുന്ന രീതിക്കനുസരിച്ച് നമ്മളുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റിയെടുക്കും. നമ്മളൊരു ദൂഷിത വലയത്തിനകത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അവസാനം നമ്മളൊരു ട്രാൻസിലാണ്. പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, ട്രാൻസിനകത്ത് പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടില്ല. പെന്തക്കോസ്തിൽ നടക്കുന്ന 1000ന്റെ ഒരു അംശം പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും കൂടെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി നമ്മളൊരു സബ്മിസീവ്, എന്താ പറയുക, ഒരു അൺനെസസറി സബ്മിഷൻ, അല്ലെങ്കിൽ
നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വന്തം അസേർഷൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ടി നിൽക്കാനേ പറ്റില്ല. നമ്മളുടെ എനർജിയൊക്കെ പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ സൈക്കോളജിക്കലി ഇവർ പറഞ്ഞാക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ പല രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ് ഇതെൻ്റെ അനുഭവം. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാനിത് അനുഭവിക്കുന്നതാണ്. അപ്പം തന്നെ നമ്മളുടെ ഒരു റീസണിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ചെറിയ കാലത്ത് ഇങ്ങനെയുള്ള സെക്ഷൽ ട്രോമ നമ്മൾ അനുഭവിക്കുമ്പം നമ്മുടെ റീസണിങ് കപ്പാസിറ്റി നമുക്ക് പോയില്ലേ. ആ സമയത്ത് എത്തരം ദുരനുഭവങ്ങളാണ് നമുക്ക് ഈ പാസ്റ്റർമാരിൽ നിന്നുണ്ടായത്? സെക്ഷൽ അബ്യൂസ് തന്നെ. ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയുവാനും അല്ലെ ഇത് ഇത്തരത്തിലൊരു അബ്യൂസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചോ? എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവര് അബ്യൂസ് ആണെന്ന് ഏകദേശം അറിയായിരുന്നു. ഇത് ശരിയില്ലാത്തൊരു ഷെയിംഫുൾ കാര്യമാണെന്ന് അന്നറിയായിരുന്നു. ശരിയില്ല, ഇത് സെക്ഷൽ അബ്യൂസ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇതൊരു ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അപ്പം തോന്നി. അപ്പം നമുക്ക് തോന്നുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നുന്ന ഒരു അനുഭവമാണ് ആ സമയത്തുണ്ടായത്. അതായത് ഇവരൊരു പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. ഞങ്ങൾ കൊച്ചുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, ഒരു 1-2 മണിക്കൂർ വേണം കേട്ടോ സിസ്റ്ററെന്ന് പറയും. അവർ മാറി നിൽക്കും. വീട്ടിലേക്കാണ് വിളിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ കഥ അങ്ങോട്ട് അടയ്ക്കും. പിന്നെ കുട്ടിയായിട്ടുള്ള സംഭാഷണമാണ്. പിന്നെ കൊച്ചിനെ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിട്ടുള്ള വ്യാജേനയാണ് ഈ പരിപാടികളിലൊക്കെ നമ്മളെ ഏർപ്പെടുത്തുന്നത്. അതായത് ആദ്യമേ തുടക്കത്തിലൊരു ഗ്രൂമിങ് പോലെ ചെയ്യും. അതായത് നമ്മളെ അവരുടെ വരുതിക്ക് വരുത്തി വർത്താനം പറഞ്ഞിട്ടാണെങ്കിലും ആ ഒരു രീതിയിലൊരു ഗ്രൂമിങ് പോലെ ചെയ്തിട്ട് പിന്നീടാണ് ഇവരിതിനകത്തൊക്കെ മുതിരുക. പിന്നെ അവസാനം ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകും. ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും, ഞാനും മരിക്കും, വീട്ടുകാരും നിൻ്റെ കൂടെ നിൽക്കില്ല, നിന്നെ വീട്ടുകാർ തല്ലും, ഇങ്ങനെ അങ്ങ് പറയും. പക്ഷെ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന്. അവരറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്യിച്ചതെന്ന് പിന്നീട് ഞാൻ ചില കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വഴക്കായിട്ട് ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവർക്ക് പറയാനുള്ളൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസിക രോഗമായിരുന്നെന്ന്. ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും രക്ഷപ്പെടാം. ആ കോൺഫിഡൻസ് അവർക്ക് ഇന്നും ഉണ്ട്. അതൊരു വല്ലാത്ത ഓവർ കോൺഫിഡൻസ് ആണ് അവർക്ക്. പക്ഷെ ആ ഒരു ഓവർ കോൺഫിഡൻസിലാണ് അവരിന്നും ജീവിക്കുന്നത്. ഒരു കാരണവശാലും പിടിതരില്ല. നീ പറയുന്ന ആരും വിശ്വസിക്കില്ലെന്നാണ് പറയുന്നത്. ഒരു പെന്തക്കോസ്തുകാരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തുകാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമുണ്ടോ? എത്ര ഏജ് വരെ നമുക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി? 20. അന്നേരം ആ ഏജിലൊക്കെ നമുക്ക് തിരിച്ചറിവാകുന്ന ഒരു പ്രായമായല്ലോ. നമ്മുടെ ആ ഒരു വയസ്സുകാരി അല്ലെങ്കിൽ ഒരു ടെൻഡർ ഏജുകാരി അല്ലല്ലോ. തിരിച്ചറിവ് വരുന്ന കാലമായിരുന്നു. പക്ഷെ നമ്മൾക്ക് എന്താ പറയുക, ആ സമയത്തൊരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസ് ഒന്നും അന്നില്ല. പിന്നീടല്ലേ ഇതിപ്പം ഈ സമകാലിക കാലത്താണ് ഈ സോഷ്യൽ മീഡിയയും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഒരു 6 years ബാക്ക് ആ ഒരു സമയത്താണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ അതുവരെ എനിക്ക് സംസാരിക്കാൻ നാണക്കേടായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ തന്നെ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നിനിപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇന്നിപ്പം ഞാൻ ആ ഒരു മെൻ്റൽ ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് ആ ഒരു പറയാൻ നാണക്കേടും ഇതിൻ്റെ പുറമെ ഇനി അത് അനുഭവിക്കേണ്ടി വരുന്ന ആഫ്റ്റർ ഇഫക്ട്സ്, ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതിനെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ പറയാനുള്ള ഒരു എനർജിയൊന്നും അന്നില്ല. അന്ന് ആകപ്പാടെ നമ്മൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു കോൺഫിഡൻസും ഒന്നുമില്ല. ആൾക്കാരെന്ത് ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാൻ പോലും എനിക്കൊരു കരുത്തില്ലായിരുന്നു. ഇന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്ന എനിക്ക് നന്നായിട്ട് മറുപടി പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ അറിയാം. എനിക്ക് വേണ്ടി ഇനിയെങ്കിലും ഞാനത് നിന്നല്ലേ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിലുള്ളൊരു മെച്യൂരിറ്റി നമുക്ക് എത്തിപ്പോയി. അന്നതില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ പിതാവ് ഇല്ലായിരുന്നു. ഫാദറിന്റെ അവസ്ഥ എന്തായിരുന്നു? അതുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കായിരുന്നു. അങ്ങനെ ഒരു മെയിൽ ഫിഗർ, നമ്മളുടെ വീട്ടിലൊരു മെയിൽ ഫിഗർ ഉണ്ടെന്നുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ അനുഭവിച്ചിട്ടില്ല അയാളിൽ നിന്ന്. ഒരു മെയിൽ ഫിഗറാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ഒരു മെയിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടല്ല, എന്നാലും ഒരു സ്ട്രോങ് ഫാദർ ഫിഗറായിട്ട് അയാൾ എൻ്റെ ജീവിതത്തിൽ ഒരു റോളും ഒരു ഇൻഫ്ലുവൻസും അയാൾക്ക് ആ ഫാമിലിയിലോ എൻ്റെ ജീവിതത്തിലോ ചെലുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു റോളും
നമ്മളെ വിക്ടിം ഷെയിം ചെയ്യാന്നല്ലാണ്ട് നമ്മളിനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ പറയുന്നത് നമ്മളുടെ ഇത് ഞാനൊരു പ്രാവശ്യം ഇവരുടെ ഭാര്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാ അവളനി അങ്ങനെ ചെയ്താൽ പോലും നമ്മളത് പുറത്ത് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് അയാൾക്കാരുടെ ഫാമിലിയാണ് വലുത്. ഇനിയിപ്പോൾ പിന്നെ ഇവരെ നല്ല ഭയമുണ്ട്. കാരണം ഇവൾക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഇവർ. ഇന്നങ്ങനെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 2 പേര്, ആൺകുട്ടികളോ? ഒരു പെൺകുട്ടി. അവൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. അവള് ഒരു ടീനേജ് പ്രായത്തിൽ ഒരുവിധം നന്നായിട്ട് ടോക്കറ്റീവായിട്ട് എക്സ്ട്രോവേർട്ട് പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോയെന്ന് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെത് പോലും കൂടെ നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് അല്ല ആ സമയത്ത്. പക്ഷേ ഞാൻ ഒരൊറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ഇവളൊരു എക്സ്ട്രോവേർട്ടായിരുന്ന ഒരു കുട്ടി ഒറ്റയടിക്ക് മിണ്ടാട്ടം നിന്ന് സംസാരം കുറഞ്ഞു പോയി. ആ ഒരു സിംറ്റം മാത്രമേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഈ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഈ പാസ്റ്റർമാരുമായി ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു? അങ്ങനെയാണോ ഇവര് നമ്മളെയും ഇത്തരത്തിലും ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചൂഷണം ചെയ്യിച്ചത്. പാസ്റ്റർമാരുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു. ഇവർക്ക് പാസ്റ്റർമാരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിരിയിൽ ഇവർ തന്നെ എല്ലാവരെയും മയക്കിയെടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നമ്മളൊരു നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഇതൊന്നും ശരിയില്ലായിരിക്കും, ഇത് മറച്ചു കളയാമെന്നും പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഇതൊന്നും മറന്നു കളഞ്ഞേക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവൾക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ നമ്മളെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരേ സമയം സത്യത്തിലും അസത്യത്തിലും വിശ്വസിക്കുന്ന ഒരേ അവസ്ഥ. അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇവള് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയിൽ നമ്മൾ ഇൻവോൾവ് ആയി നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, അതായത് നമ്മൾ ഹേർട്ടായിട്ട് നമ്മൾ നിന്ന് കരയുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ച് എന്താ മോനെ പറ്റിയേ, എന്താ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ എന്നും പറഞ്ഞുകൊണ്ട് ഇവളങ്ങോട്ട് നടിക്കും. എന്നിട്ട് നമ്മൾ ഇവളങ്ങോട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു കംഫോർട്ട് സോൺ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ അവളുടെ ഒരു വലയത്തിലാക്കി. ഇതൊന്നും വേണ്ട, ഇതൊന്നും പറയണ്ട. പിന്നെ നമുക്ക് അവളോട് വരുന്ന ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലവ്. ആ ഒരു വികാരമാണ് നമുക്ക് പിന്നെ അവളോടുള്ളത്. പിന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ല. പിന്നീടും അവൾ ഇത് ബ്രേക്ക് ചെയ്യും. പിന്നെ അവൾ വേറെ ആൾക്കാരെ കാണുമ്പം അടുത്ത ഫേസിലോട്ട് പോകും. അടുത്ത ആൾക്കാർ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പാസ്റ്റേഴ്സ് വരുന്ന ഒരു സീസണലായിട്ടാണ്. അതായത് ഒരു സീസണിൽ ഒരു പാസ്റ്റർമാർ, മഴക്കാലത്ത് ഉണ്ടാവില്ല, വേനൽക്കാലത്ത്, ക്രിസ്മസ് സമയത്ത്, ഈസ്റ്റർ സമയത്തൊക്കെ ആയിരിക്കും ഇതുങ്ങളുടെ വരവ് കൂടുതലും, എസ്പെഷ്യലി വെക്കേഷൻ സീസൺസിൽ. അപ്പോഴാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എളുപ്പം. ദൈവവചനവും പ്രാർത്ഥനയും ഒക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഇത് എങ്ങനെയാണ് ഇവർ ഈ ഇത്തരം സ്വഭാവത്തിലേക്ക് മാറുന്നത്? എങ്ങനെ? ഇത് ഒരു വല്ലാത്തൊരു സിഡക്റ്റീവ് നേച്ചർ ഉണ്ട് ഇവർക്ക്. അതായത് മോനെ യേശുവിന് കൊച്ചിനോട് അങ്ങോട്ട് സ്നേഹമാണ്, അങ്ങോട്ട് ലവാണ്, അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തുടങ്ങും. യേശു നിന്റെ ഡാഡിയാ. പിന്നെ ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മളെ ഒരു ഇതാക്കുകയാണ്. പിന്നെയും ഞാൻ ഒരുപാട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ. പിന്നെ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാ അർത്ഥത്തിലും ഇവർക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. പണ്ടത്തെ ആ ചെറുപ്പത്തിൽ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് അബ്യൂസ് ചെയ്തതുപോലെ വലുതായപ്പോഴത്തേനൊരു ഒരു പൂർണ്ണമായൊരു സെക്ഷൽ അബ്യൂസിലേക്കൊന്നും പിന്നെ ഇവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും തൊടല് പിടിക്കൽ ആ ഒരു രീതിയിൽ പല രീതിയിൽ ഒരു പ്ലഷർ അവർക്ക് എവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നോ ആ ഒരു രീതിയിലൊക്കെ അവർ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇതെല്ലാം വചനവും സംസാരിച്ചുകൊണ്ട് രണ്ടും ഒരേ വാ കൊണ്ട് തന്നെയാണ് ഇവന്മാര് ഈ പറയുകയും. രണ്ടും ഒരേ വാ കൊണ്ട് ഒരു സംശയമില്ല കാര്യത്തിന്. രണ്ടും ഒരേ വാ കൊണ്ട് തന്നെ ചെയ്യും. ഇതെന്താ പറയുക, ഇതൊരു കൾട്ട് റിലീജിയൻ അല്ലേ? ഇതൊരു കൾട്ട് റിലീജിയൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇത്രയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി, നിങ്ങൾ ഇത്രയും ആൾക്കാരുമായിട്ട് സംസാരിച്ചു, ഒരുപാട് പേര് അവരുടെ അനുഭവം പങ്കുവച്ചു. ഇതൊരു കൾട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ദൈവമൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ കാര്യമാണ്.
അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഇത്രയും വലിയ പിന്നെ അണ്ടകടാഹവും ഭൂലോകവും ഭൂഗോളമൊക്കെ സൃഷ്ടിച്ച ഒരാൾക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവനെന്ത് ദൈവം? ഇത്രയും ഗതികെട്ടവനാണോ ദൈവം? ഇവനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ഇത് ഞാൻ തുറന്നു പറഞ്ഞ പലരും ഉണ്ട്. പലരോടും ഞാൻ എൻ്റെ ഈ ദുരനുഭവം ഞാൻ പിൽക്കാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് നീ ദൈവനാമം ദുഷിപ്പിക്കൂന്നാ. അതായത് ഇത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠമായ യേശുവിന്റെ നാമം അങ്ങോട്ട് ദുഷിക്കൂന്നാ. ഞാൻ പറഞ്ഞ അവന്റെ ശ്രേഷ്ഠത കുറച്ചങ്ങോട്ട് ദുഷിക്കണം. കാരണം അവന്റെ പേരിലാണ് ഞാൻ ഈ ഗതികേട് മുഴുവൻ അനുഭവിച്ചത്. താങ്കളുടെ മദറിനെയാണ് അവൾ എന്ന് വിശേഷിപ്പിച്ചു. അത്രത്തോളം ഒരു വെറുപ്പും വിദ്വേഷവും ആ സ്ത്രീയോട് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഇത് തന്നെ മതിയായ കാരണമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് കാരണമാണ് വേണ്ടത്? അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ അവസരമുണ്ടാക്കി പമ്മി നിൽക്കുവാണോ അതോ ഇവർ നിർബന്ധിക്കുമായിരുന്നു ഇങ്ങനെ പാസ്റ്റർമാർ വരുമ്പം അവർക്ക് വഴങ്ങി കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം? ഇവള് അവസരം ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം ഒരാളുമായിട്ട് മുറിയിലിട്ട് പൂട്ടിയിട്ട് തന്നെ ഒരുത്തനെയും കൊണ്ടുവന്നിട്ട് ഇവള് മുറിയിലിട്ട് പൂട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഇവള് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല അതിന്റെ അർത്ഥം. ഇവർക്ക് ഇതിന്റെ പ്രത്യേകം എന്താണ്? അങ്ങനെ പണം മേടിക്കുവോ അതോ എന്താണ്? പൈസ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. ഇവര് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അറ്റൻഷൻ സീക്കറാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊരു വല്ലാത്തൊരു അറ്റൻഷൻ സീക്കറാണ്. ഇവർക്ക് പാസ്റ്റർ ഭാര്യയായിട്ട് ചമഞ്ഞൊരുങ്ങി പ്രാർത്ഥിച്ച് പ്രബോധിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ WMC മീറ്റിങ്ങിന്റെ ഒക്കെ എന്തോ ഒരു സെക്രട്ടറി ഒക്കെയാണ് ഇവള്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഉപദേശിച്ച് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണാം, ഈ വീൽഡ് സിഡക്ട്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺസർവേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എല്ലാവരെയും അങ്ങോട്ട് വിധിച്ച് ബാക്കിയുള്ള ദൈവത്തെയൊക്കെ പുച്ഛിച്ച് ബാക്കിയുള്ള അന്യമതസ്ഥരെയും കമ്മലിമാല ഇടുന്നവരെയൊക്കെ പുച്ഛിച്ചിട്ട് അവരെയൊക്കെ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് പിന്നെ ഉള്ളിക്കൂടെ ഈ സുഖം അനുഭവിക്കുന്ന ഒരു തരം ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട് ഇവർക്ക്. അതാണ് ഇവരുടെ രീതി. അല്ലാണ്ട് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഫൈനാൻഷ്യൽ ലോസ് കുറെ ഉണ്ടായിട്ടുണ്ട് താൻ. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു? അതായത് പിതാവിന് എന്തായിരുന്നു ജോലി? നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു? ഇയാള് പാസ്റ്റർ ആയിരുന്നു. പിന്നെ ഇയാൾക്ക് കുറച്ച് ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും പറമ്പിൽ പോയി പണിയെടുക്കുകയും അതിന്റെ ആദായം അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ ജീവിക്കുന്നു. വീട് ഒരു ബസ് സ്റ്റാൻഡിന് തുല്യമായിരുന്നു. അതായത് എവിടുന്നൊക്കെയോ വരുന്ന കുറെ ആൾക്കാർ, നമുക്ക് പോലും അറിയില്ല ഇവരെ ആരൊക്കെയാന്ന്. എന്നിട്ട് ഇവര് നമ്മളെ ഭരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഏതൊക്കെയോ കുറെ മനുഷ്യര് നമ്മളുടെ മുതുകത്ത് കയറി നമ്മളെ ഭരിക്കുമ്പോൾ ഉള്ള അവസ്ഥ. ഇത് പിന്നീട് ഇവര് എക്സംപ്ലിഫൈ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു പിന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകിയില്ലേ? അപ്പൊ നമ്മൾ അത്രയും സബ്മിസീവ് ആയിരിക്കണം. നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് സഹിക്കണം. അതായത് ആ സാക്രിഫൈസ് വെച്ചിട്ട് ഒരു സാക്രിഫിഷ്യൽ തിയറിയും വെച്ചിട്ട് നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യണേ. ഇത് ഏത് സ്റ്റേജിലാണ് ഇത്തരം, അതായത് ഈ ആത്മീയത എന്ന് പറഞ്ഞ് സംസാരിക്കുകയും വലിയ വചനം വിളിക്കുകയും കൈകൊട്ടിപ്പാടും നിലവിളിയും വചനം വായിക്കുന്നതും ഒക്കെ കഴിഞ്ഞ് ഇത് ഏതൊരു സ്റ്റേജിലാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു ആംഗിളിലേക്ക് ഇവന്മാർ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്? ശ്രദ്ധിച്ചേക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ വിളിപ്പിക്കുന്നത് ഏതൊരു കാര്യത്തിന് നമ്മളിപ്പം സിനിമ കാണുകയായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് റിബലായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ കാണിക്കുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസം സിനിമ പാട്ട് കണ്ടു ഈ ഒരു പേരിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭൂതം ഉണ്ടെന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യും. പിന്നെ അങ്ങോട്ട് തലേ കൈവച്ചിട്ട് അങ്ങോട്ട് യേശുവേ കർത്താവേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥനയാണ്. പിന്നെ ദേഹത്ത് പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ ശക്തിയുണ്ട്, ഇവിടെ അവിടത്തെ ശക്തിയുണ്ട്. പിന്നെ അങ്ങോട്ട് ദേഹത്ത് പതുക്കെ അങ്ങോട്ട് തലോടി ദൈവമേ ഈ കുഞ്ഞിന് മാനസാന്തരം കൊടുക്കണേ. പിന്നെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. ഈ മാനസാന്തരം കൊടുക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചിട്ടാണ് ഇവന്മാര് ഭൂതത്തെ പുറത്താക്കുന്നത്. അതെ 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 അതെ. ഭൂതശാന്തി ശുശ്രൂഷയാണ്. പിന്നെ ഇവര് നമ്മളുടെ ഹെഡിന്റെ അവിടെയുള്ള ഈ മർമ്മസ്ഥാനത്തൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഞെക്കും. അപ്പോഴേക്ക് നമ്മൾ വീണു പോവും. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മർമ്മസ്ഥാനങ്ങൾ നമ്മുടെ മർമ്മം ആയിട്ടുള്ള ഏരിയകളിൽ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് അങ്ങോട്ട് കുത്തും. അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് നമ്മളൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ചിലപ്പോൾ വീഴും, നമ്മൾ കടന്നു പോകും ചിലപ്പം. ആ ഒരു രീതി പറഞ്ഞ് പിന്നീടാണ് ഇവർക്ക് ഓരോന്നൊക്കെ ഇവർക്ക് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പറഞ്ഞ് അത് വേറെ രീതിയിലേക്കുള്ളൊരു സ്നേഹത്തിലേക്ക് അങ്ങോട്ട് പോകും. അപ്പം ആ ഒരു സ്നേഹത്തിലേക്ക് പോയി നമ്മൾ ശാരീരികമായിട്ടും വയ്യാണ്ട് കിടക്കുക, തളർന്ന് കിടക്കുക. നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നമ്മളുടെ സകല കോൺഷ്യസ്നെസ്സും നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുക. എന്നിട്ടും നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒക്കെ. എന്നിട്ടും ഞാൻ
എൻ്റെ അറിവ് വെച്ച കാലത്ത് പിന്നീട് ഇതിനൊന്നും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ പിന്നീട് ഇവർ പറയുന്നത് ഈ കുട്ടി ഒരു കാലത്തും നന്നാകുകയല്ല. ഈ കൊച്ച് നന്നാകുന്ന പ്രശ്നമില്ല പാസ്റ്ററെ, ഇനിയും പ്രാർത്ഥിക്കണം, കുറേ ഉപവസിക്കണം, ഞാൻ ഒന്നുകൂടെ വരാം, എനിക്കൊന്നുകൂടെ കാണണം ഈ കൊച്ചിനെ, ഇത് പറഞ്ഞിട്ടങ്ങ് പോവും. ഇങ്ങനെയുള്ള ആളുകളാണ്, അതായത് സ്വന്തം മോളെ, ഒരു പെൺകുട്ടിയെ ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ മുറിയിലിട്ട് പൂട്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇവന്മാർക്ക് അറിയാം ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കി ഇട്ട് കൊടുക്കുന്ന ഇവനൊക്കെ മനുഷ്യനാണോ? ഇവള് മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എനിക്ക് ഇവള് മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും ഉത്തരവില്ല. ഇന്നും ഇവളോട് സംസാരിച്ചാൽ ഇവളുടെ ഓവർ കോൺഫിഡൻസ് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവളെ കൊന്നുപോകും. ദൈവമാണേ സത്യം, ദൈവമല്ല സത്യം. നമ്മൾ ഏത് ജില്ലയായിരുന്നു? വയനാടോ? വയനാട്. പിന്നീട് കാനഡയ്ക്ക് പോകാനൊരു അവസരം കിട്ടുകയാണ്. പിന്നെ ഇവര് പറഞ്ഞു, പിന്നെ ഇവര് എന്തോ ഭാഗ്യത്തിന് ഇവര് ഫീസൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിബന്ധനയിലാണ് പറഞ്ഞയച്ചത്. ഇപ്പം പഠനം കഴിഞ്ഞ എംപ്ലോയി ഇപ്പം ജോലി ആയോടെ? ഇവിടെ ജോലിയിലാണ് ഇപ്പം. വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? വളരെ മോശം ബന്ധമാണ്. വളരെ മോശം ബന്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റോ യാതൊരു തരം ബന്ധവും? എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്നെ മറ്റുള്ളവർ വഴി കുറെ കോണ്ടാക്ട് ചെയ്ത്, ഇത് ഉള്ളുകളിയാണല്ലോ, ഈ ഇൻസൈഡ് പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ പലരെയും വിളിച്ചിട്ട് പലരെയും വെച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പിന്നീട് ഞാനൊന്ന് തീരുമാനിച്ചു, ഞാനൊന്ന് വിളിച്ചാൽ എന്താകും, എനിക്ക് വിളിക്കാമല്ലോ, എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ, എനിക്ക് വിളിക്കാൻ, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ. നീ എന്തിന് എൻ്റെ അടുത്ത് എന്നോട് ഈ ഗതികെട്ട ക്രൂരത നീ എന്നോട് എന്തിനു ചെയ്തു എന്നെനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഇവിടെ ബുദ്ധിമുട്ട്. അതായത് നമുക്കിതെല്ലാം ചൂഷണമായിരുന്നു എന്നും നമുക്ക് ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടുതൽ ബോധ്യമായത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്ത് എത്തിയ ശേഷമാണോ? ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയി. പിന്നെ അപ്പോഴേക്കും തന്നെ ഞാൻ അതിന് മുമ്പ് തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. പിന്നെ ഇവരോടൊന്നും തുറന്ന് അന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ നമ്മൾ ഷാറ്റേഡ് ആണ്, നമ്മൾ ആകെപ്പാടെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പകാലത്തെ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ലോ ആയിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുള്ളൂ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരിക്കും, പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. അവരൊരിക്കലും അവരുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ അസേർഷൻ, അതായത് ഒരു റീസണിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല ഏതൊരു മനുഷ്യനും. ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായി തോന്നുന്ന പോലെ ചെയ്താൽ പോലും അതിൻ്റെ കാരണം ഇന്നതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ഒരു കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവറും നമുക്ക് ആ സമയത്തില്ല. നമ്മൾ എന്ത് പറയുന്ന, നമ്മളൊരു കോമ സ്റ്റേജിൽ നമ്മൾ ഈ സ്ക്രൂ കൊടുത്ത് വിടുന്ന പാവില്ല. ഇങ്ങനെ പോയി ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ പോയി ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു പീസ് ഓഫ് ഫ്ലഷ്. അതല്ലാതെ വേറെ ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. ആ തോട്ട് പ്രോസസ്സ് ക്ലൗഡായി. നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കാതെ ഒരു ചങ്ങലയിലിട്ട ഒരു അവസ്ഥയിലായിരുന്നു അന്ന്. പിന്നെ ഞാനിവിടെ വന്ന് പിന്നെ അന്യമതങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ടെമ്പിൾ വിസിറ്റ്സ് ഒക്കെ നടത്തി. പിന്നെ കുറച്ച് ഏത്തീസത്തിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ കുറച്ചും കൂടെ ഒരു ബുദ്ധി വെക്കുകയാണ്. നമുക്ക് നമ്മളുടെ റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലായി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ആ ഒരു പവർ, എല്ലാ കാര്യത്തെക്കുറിച്ചും മനസ്സിലായി. പിന്നെ മനസ്സിലാക്കി വന്നപ്പോൾ നമ്മൾ ആദ്യം ഈ മതത്തിലെ ഈ പുസ്തകങ്ങളൊക്കെ വലിച്ച് ദൂരെ എറിയണം എന്നാണ് ഏറ്റവും ആദ്യം മനസ്സിലായത്. ഇതൊക്കെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു, ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. ഇതല്ല പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവവിശ്വാസം, അതായത് നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തിയത് ഈ പാസ്റ്ററായ താങ്കളുടെ പിതാവും ആ പാസ്റ്ററുടെ ഭാര്യയായ ഈ ഭാര്യയും ഈ പാസ്റ്റർമാരും എല്ലാം ചേർന്നാണോ താങ്കളുടെ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം തന്നെ തകർത്ത് കളഞ്ഞത്? എനിക്ക് ദൈവവിശ്വാസം ഇല്ല. അല്ല, അന്ന് ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, നേരത്തെ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കുകയും നല്ലൊരു പെരുമാറ്റം, അതായത് ഇവരുടെ പ്രവൃത്തിയിലൂടെ ഒരു മാതൃകാപരമായ നല്ലൊരു പ്രവൃത്തിയിലൂടെ ഒരു മാതൃകാ ജീവിതമായിരുന്നു അവര് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കൾ ഒരു ദൈവവിശ്വാസി ആകില്ലായിരുന്നോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ ആകരുതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ ചോദിക്കുന്ന അതല്ല. അതായത് ആ സമയത്ത് നമ്മുടെ ആ ടെൻഡർ ഏജില് ഇവര് മാതൃകാപരമായ ജീവിതമൊക്കെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടനായിട്ട് പിന്നെയും ഈ പൊട്ടത്തരത്തിൽ വിശ്വസിച്ചാനെ. അതാ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ വളരെ ടെൻഡർ ഏജില് നമ്മൾ കാണുന്ന എന്താ, നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ കൂടെ ഉള്ളവരെയും ചുറ്റുപാടുകളെയും. അന്നേരം അതിൽ നിന്ന്
അതായത് അതായത് നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഇത്രയും സന്തോഷവും സമാധാനവും എല്ലാം തരുന്നത് ദൈവമാണ് എന്ന് അത്തരം ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ താങ്കളും അതേ പാത അവർ പറഞ്ഞതിൽ ചിലപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ ചിലപ്പം പൊട്ടത്തരത്തിൽ തന്നെ വിശ്വസിച്ചേനെ. കാരണം സമാധാനവും ശാന്തിയും തരുന്നത് ദൈവമാണ്. പിന്നെ എല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കാണിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള പിന്നീട് ഒരേ ഭാഗം ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്രയും ഇതാണോ ദൈവം എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ഈ വിശുദ്ധിയും അതായത് വിശുദ്ധിയും വേർപാടും ഇത്രയും എല്ലാം 24 മണിക്കൂറും ദൈവവചനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങളും തെറ്റായ പ്രവർത്തികളും കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വന്നല്ലേ നമ്മൾ ശരിക്കും ഷാർട്ടേഡായി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതാണോ ദൈവം, ഇങ്ങനെ ഇവരിലാണോ ദൈവം കുടികൊള്ളുന്നത് എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകില്ലേ? ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് മാത്രമല്ല, ഈ ബൈബിള് വായിച്ചപ്പോഴും എനിക്കിതിനകത്ത് ഒരു ഇതും കിട്ടുന്നില്ല. കാരണം ബൈബിളിനകത്ത് കുറെ ഈ സീസോ പോലുള്ള സാധനമല്ലേ ഇത്, കുറെ നല്ല കാര്യങ്ങളും കുറെ ചീത്ത കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിക്കലർത്തിയിരിക്കുന്ന ഒരു സാധനമല്ലേ ഇത്. ഈ വ്യഭിചാരികളായിട്ട് നടക്കുന്ന ഇവന്മാർക്കും പറ്റുന്ന രീതിയിലുള്ള വചനങ്ങൾ ഇവന്മാർക്കും വളച്ചു കൂട്ടി ഇതിനെ ഇവന്മാരുടെ ഇത്തരം ചൂഷണങ്ങൾക്കും 100% യോജിക്കുന്നു. ഇവർക്ക് ഇതിനെ തന്നെ കൂട്ടുപിടിച്ച് ഇവന്മാരുടെ സകല സാമ്പത്തിക തട്ടിപ്പിനും വ്യഭിചാരത്തിനുമുള്ള പറ്റിയ വചനങ്ങൾ ഇവന്മാർക്ക് വളച്ചൊടിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് തന്നെ ഉപയോഗിച്ചല്ലേ ഇവന്മാർ ഈ പണി ചെയ്യുന്നത്. എത്രയോ വചനങ്ങൾ ഞാൻ കാണിച്ചാൽ ഇവർക്ക് വളച്ചൊടിക്കാൻ പറ്റുന്ന 100 വചനങ്ങൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു. ഇവന്മാർ ഇത്തരം സാഹചര്യത്തിൽ പറയുന്ന നമ്മളോട് ഷെയർ ചെയ്ത വചനങ്ങൾ ഏതായിരുന്നു? ഈ ആവർത്തന പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, അതായത് പഴയ നിയമമാണ്. അതായത് ഒരു സ്ത്രീയെ ഒരുത്തൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ അവന്റെ കെട്ടിയോളായിക്കോണം. ഞാനിങ്ങനെ ചിന്തിച്ചത്, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളത് പറയാൻ കൂടി പാടില്ല, എന്നാലും ഒരു എക്സംപ്ലിഫിക്കേഷൻ, ഒരു നാസ്റ്റി എക്സംപ്ലിഫിക്കേഷൻ ഞാൻ ആ പാസ്റ്ററോട് തിരിച്ചു ചോദിച്ചു വന്നു. അതായത് സൗമ്യ വധക്കേസിൽ സൗമ്യയെ പീഡിപ്പിച്ച ആ വ്യക്തി അവൾ ഏതെങ്കിലും കാരണവശാൽ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ കർത്താവ് പറയുന്ന അവൾ അയാളെ കല്യാണം കഴിച്ചോളണം, അയാൾക്ക് സമ്മതമാണെങ്കിൽ അയാളെ കല്യാണം കഴിച്ചോളണം എന്നൊരു നിയമമാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതല്ലേ ന്യായം എന്നാ ചോദിച്ചത്. ഇന്നത്തെ കാലത്ത് ഉണ്ട തിന്നണ്ടി വരുമോ വേണ്ടയോ? ഇത്രയും ഗതികെട്ട ഒരു ദൈവത്തെ സേവിക്കേണ്ട കാര്യം തനിക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് എനിക്ക് സമ്മതമില്ല, പക്ഷെ അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം, അയാൾ എന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിച്ചോളണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇത്തരം വിശ്വാസികൾ തമ്മിൽ ഇത്തരം ബന്ധങ്ങളാകാമെന്ന് ഇവർ പറയാറുണ്ടോ? വിശ്വാസികൾ അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ ആയിട്ട് ഇവരൊന്നും പറയില്ല, എല്ലാം ഉള്ളിക്കൂടെ അല്ലേ. ഉള്ളിക്കൂടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറ്റും, പക്ഷെ പുറമെ ഇവര് ഭയങ്കര നല്ല വിശ്വാസികളായിട്ട് ചമയും. അതപ്പാടെ ഈ ഒരു വചനാണ് പിന്നെ പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, ക്യാഷ് ഉണ്ടാക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, ഇതാണ് എന്റെ ആഗ്രഹം. ഇനിയിപ്പോ അതിൽ കുറഞ്ഞ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഇവര് പറഞ്ഞത് വചനത്തിനകത്ത് ഏതോ യോഹന്നാന്റെ സുവിശേഷത്തിൽ എവിടെയാണത്, അതായത് നമ്മള് പെൺകുട്ടികളെ പറഞ്ഞ് ഉപദേശിക്കേണ്ടത് ഭാര്യയായിരിക്കാനും മക്കളെ പ്രസവിക്കാനും, അതാണ് അവരുടെ കടമ. ഇത് റാഡിക്കലൈസ് ചെയ്താലുള്ള ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സ്ത്രീകൾക്ക് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റില്ല, അവർക്കൊരു കരിയർ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വചനങ്ങളെ ഇങ്ങനെയുള്ള സാധനങ്ങൾ റാഡിക്കലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ സമൂഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഇതൊരു മിസോജിനിസ്റ്റിക് ബുക്കാണിത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നീട് ഇത് വായിച്ചപ്പോ എനിക്ക് ഇതിനകത്ത് വളരെ മോശം അനുഭവമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. കുറെ നല്ല കാര്യങ്ങളുണ്ട്, ദൈവം കുറെ പേര് മരിച്ചു. പിന്നീട് ഇവര് പറയുന്നത് നിനക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. ഞാൻ പറഞ്ഞു ഈ 10,000-2000 വർഷം മുമ്പ് ഇയാൾ മരിച്ചതിന് ഞാനും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് ഇയാൾ അറിഞ്ഞുകൂടില്ല. അതങ്ങനെ ഇയാൾ എനിക്ക് വേണ്ടി അങ്ങോട്ട് മരിക്കുക? ഇയാളെ കൊന്നവര് റോമൻ സാമ്രാജ്യത്തിലെ റോമൻ പടയാളികളാണ്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പ പോയി ചോദിക്കുക. അല്ലാണ്ട് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ കാരണം മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാൻ അതിന് മാത്രം വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, ആ നാമത്തിൽ രക്ഷപ്പെട്ടത് ഇന്ന് ഈ ആത്മീയ കച്ചവടക്കാർ ക്രിസ്തുവിനെ മൊത്തത്തിലും ചില്ലറയായും കച്ചവടം അടിക്കുന്ന സഭകളും ഈ പാച്ചർമാരും അല്ലേ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് രക്ഷപ്പെട്ടത്? അല്ല, രക്ഷ എന്നോ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി, അതായത് ഇവന്മാർക്ക് സാമ്പത്തിക തട്ടിപ്പിനും വ്യഭിചാരത്തിനും പറ്റുന്ന നല്ലൊരു അവസരമാക്കി മാറ്റാൻ ഇവർക്കല്ലേ പറ്റിയത്?
അതെ, അത് ഈ സ്പിരിച്വൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയൽ. സ്പിരിച്വൽ അബ്യൂസ് ഈസ് റിയൽ. അതൊരു വലിയ ട്രൂത്താണത്. അതായത് സ്പിരിച്വാലിറ്റി വെച്ചിട്ട് ഒരാളെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനകത്തുനിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. പിന്നെ ലസ്റ്റ്, അതായത് കാമപരമായിട്ടുള്ള എല്ലാവിധ പ്ലഷർ, ആ നേട്ടങ്ങൾ അത് വേറെ ഭാഗത്ത്, മണ്ണ്, പെണ്ണ്, പണം, ഇതെല്ലാം ഉണ്ടാവും ഇതിനകത്തുനിന്ന് വേണമെന്ന് വെച്ചാല്. അതിനുള്ള ഏറ്റവും എഫക്റ്റീവ് ടൂളാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട്ലി. എന്താ സംശയം? ഒരു സംശയമില്ല കാര്യത്തിൽ. അന്നേരം ഇതിന്റെ ഒരു ഷീൽഡ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു മൂടപടം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വേറൊരു ഔട്ട്ലുക്ക് ലഭിക്കുന്നു. നോബഡി, അതായത് ഒരാൾ പോലും സംശയിക്കില്ല ഇതിനെന്തോ ഒരു ആത്മീയതയുടെ പരിവേഷം. അതായത് ഒരു പച്ച വ്യഭിചാരത്തിനാണെങ്കിൽ പോലും ഇതിനൊരു ആത്മീയതയുടെ ഒരു പരിവേഷവും ഒരു പ്രത്യേക ഷീൽഡ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആണത്. അത് ഞാൻ പറഞ്ഞുതരാം. അതൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. ചെറിയൊരു സംഭവമുള്ള അതിനകത്ത്. അതായത് നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റബിൾ ആകുക, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന പോലെ സംസാരിക്കുക, പിന്നെ റൈറ്റ് ആൻഡ് റോങ്, മറ്റുള്ളവരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് സ്വന്തം ഉണ്ടാകുക. അതായത് ഈ പറയുന്ന ഇവന്മാർക്ക് നന്നായിട്ട് അറിയാൻ ദൈവം ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇവർ ഈ എലീറ്റ്സ് ആയതുകൊണ്ട് ഇവർ ഈ ക്രൗഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ചെറിയ ട്രിക്കുകളുണ്ട്. അതായത് മരണശേഷം നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ എത്താം. അത് പറയുമ്പോ തന്നെ ഒരു ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ? പേടിപ്പിക്കുകയല്ലേ മനുഷ്യനെ, ഭയപ്പെടുത്തി. ആ ഭയം തന്നെ മതി. പിന്നെ ബാക്കി പിന്നെ ഭയത്തിലൂടെ വീഴ്ത്തി പിന്നെ മൊത്തത്തിൽ വീഴ്ത്താം. പിന്നെ സുഖാണ് പരിപാടി. പിന്നെ അങ്ങോട്ട് ദൈവത്തിന്റെ സ്നേഹം, ദൈവം നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പൊ തന്നെ നമുക്കൊരു ഗിൽറ്റ്, എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണല്ലോ പാവം കർത്താവിനെ കുരിശേൽ അങ്ങോട്ട് ഇത്രയും പിന്നെ അങ്ങോട്ട് ഒരു ടൂണല്ലേ എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൂണൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുത്തി. ഒരു മൂളിച്ചയില്ലേ പറയാൻ, ആ ഒരു മൂളിച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുത്തി. പിന്നെ കുറച്ച് കരഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ചെന്ന ആൾക്കാര് വീണു. സത്യം പറയാം അതായത് ഈ ഒരു ട്രാപ്പിനകത്ത് അതായത് ഇതൊരു ചുഴി പോലെ വട്ടം കറക്കുന്ന ഈ ചുഴിക്കകത്ത് ഈ ഒരുത്തൻ കരയ്ക്ക് നിന്ന് നോക്കുന്ന ഒരുത്തൻ പതുക്കെ ഇവനെ ഇതിനകത്തേക്ക് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ കിടന്ന് കറങ്ങുന്നവന് ഒരു കാരണവശാലും പിന്നെ ഇതിനകത്ത് തിരിച്ചു കയറാൻ പറ്റുമോ? ഒരു കാരണവശാലും. അത് മാത്രമല്ല, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി നഷ്ടപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരുത്തനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വൃത്തികെട്ടവനാന്ന് കരുതാനുള്ള ഒരു ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു. ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവന് വേറൊരു മുഖമുണ്ടോ? ഇവൻ മാസ്ക് അണിഞ്ഞു നിന്നാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കരുതി ഇവനെ സംശയിക്കാൻ പോലുള്ള ഒരു ഇടം ഇവൻ ഒരുക്കുന്നില്ല. അതായത് ഇതിനകത്ത് ലോജിക്ക് നഷ്ടപ്പെടുമ്പം, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുക, ലോജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റ കൺക്ലൂഷൻ ഇടത്തില്ല അവിടെ. ഇത് പൈശാചികമായ, ഇത് പിശാചിന്റെ ചിന്തയാണ്, അല്ലെ ഇത് പിശാചിന്റെ ആത്മാവാണ് ഇത്തരത്തിലുള്ള പ്രേരിപ്പിക്കുന്നത്, ഇത് ദൈവികമായ ചിന്തയല്ല എന്ന് ഒറ്റ സാധനം ഇട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ ആളുകളുടെ മനസ്സിൽ ഒരു അയൺ കർട്ടൻ ഇടുന്ന പോലെ അവൻ ടോട്ടലി ബ്ലൈൻഡ് ആകുന്നില്ലേ? അത് തന്നെ. പിന്നെ ലോജിക്കൽ തിങ്കിങ് നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത ആൾക്കാരായി. പിന്നെ ഇതിന്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കണം. പിന്നെ നമുക്ക് ഉടനെ ഭൂതമുണ്ട്. പിന്നെ നമ്മൾ പൈശാചിക ശക്തിയുടെ വലയിലാണ്. പിന്നെ ഫുൾ അങ്ങോട്ട് മാജിക് അല്ലേ ഇതിനകത്ത്. ഇത് ഫുൾ കംപ്ലീറ്റ് ഫെയറി ടൈൽ അല്ല. കുറെ പിശാചിക്കള്, ഒരു ചെകുത്താൻ, ഒരു ലൂസിഫർ, കുറെ ദൈവം, ഒരു ദൈവം, കുറെ ദൂതന്മാര്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി. ഇവര് തമ്മിൽ ആത്മീയ പോരാട്ടല്ലേ. ഈ ആത്മീയ പോരാട്ടത്തിന്റെ ഉള്ളിൽ നമ്മളവിടെ കണ്ണു കാണുന്നേ. അതായത് തമാശ അതല്ല, ഈ ആത്മീയ പോരാട്ടവും വലിയ വ്യാപാരവും ഒക്കെ നടത്തിയിട്ട് അവസാനം നിന്റെ നിക്കറിനകത്തുള്ള മറ്റേ പൈസ എല്ലാം കൂടി ഇങ്ങനെ എടുത്തു, ചില്ലിക്കാശെല്ലാം, ഇത്രയും വ്യാപാരങ്ങളും ദൈവവുമായിട്ട് സംഘടനത്തിലൊക്കെ ഏർപ്പെടുന്ന ഇവന്മാർക്ക് അവസാനം പോകാൻ നേരം ഈ വന്നിരിക്കുന്നവന്റെ പിച്ചക്കാശും അവന്റെ സ്വോത്രകാഴ്ചയില്ലേ, ഇവന്റെ സകല കച്ചവടവും, ദശാംശവും സ്വോത്രകാഴ്ചയില്ലേ, ഇവന്റെ സകല കച്ചവടം ഇല്ലേ? അന്നേരം അവിടെ അതാ പറഞ്ഞേ, വിശപ്പ് മാറ്റാൻ കഴിവുള്ള, അതാ പറഞ്ഞേ എല്ലാ രോഗങ്ങൾക്കും സൊല്യൂഷനുള്ള, എല്ലാ സമ്പത്തിന്റെയും അധിപനായ ദൈവത്തെക്കുറിച്ച് പറയുകയും എല്ലാ അനുഗ്രഹത്തെക്കുറിച്ചും എല്ലാം പറയുന്ന അവസാന യുവന്മാർക്ക് ഇതിന്റെ, അതായത് വിശപ്പ് മാറ്റാൻ കഴിവുള്ള ഇവന് ഈ വിശ്വാസികളോട് പഴയങ്കഞ്ഞി ചോദിക്കുക, നിന്റെ കയ്യിലുള്ള പഴയങ്കഞ്ഞി ഇങ്ങിതാ, വിശപ്പ് മാറ്റമുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്ന പോലെ ഇത്രയും വലിയ ഡയലോഗും എല്ലാം അടിച്ചിട്ട് അവസാനം ഇവന്മാരോട് ഈ പിച്ചക്കാശിറക്കുന്ന, അല്ലെ ഇവന്റെ ദശാംശയും സ്വോത്ര കാഴ്ചയും കൊണ്ട് ജീവിക്കേണ്ട ഗതി കണ്ട് വരുന്ന
ഇത് തന്നെ പൊള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനും ഇതുകൊണ്ടല്ലേ നമ്മൾ ഇവന്മാരെ മൊണ്ണകളെന്ന് വിളിക്കേണ്ടത്? ഇതുകൊണ്ടല്ലേ മൊണ്ണകളെന്നല്ല ഇവന്മാരെ വിളിക്കുന്നത്. ഇവര് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഇവന്മാര് ആബ്സല്യൂട്ട്ലി ഇന്റലിജന്റ് ആണ്. ഈ എലീറ്റുകൾ, ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന ഈ എലീറ്റ് ടൈപ്പ് പാസ്റ്റർമാര് വളരെ ബ്രില്യന്റ് ആണ്. പക്ഷെ ഇവരുടെ വലയെ കുടുങ്ങി പോകുന്നത് പാവം മണ്ണക്കുഞ്ഞുങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനും ഒരു മണ്ണക്കുഞ്ഞായിരുന്നല്ലോ, അപ്പൊ പിന്നെ എനിക്കറിയാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഗിൽറ്റ് കോംപ്ലക്സിലേക്ക്, പിന്നെ ഒരു ഇമോഷണൽ വേൾഡിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടേ നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും എടുക്കുള്ളൂ. എങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തില് അതായത് ഇത്തരം മിസ്ക്രിയൻസിന്റെ വലയിൽ പെട്ടുപോകുന്നത്? സാധാരണ സ്ത്രീകളാണേലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ദുർബലകൾ അല്ലെങ്കിൽ ഇവരുടെ വലയിൽ പെട്ടെന്ന് വീണ് പോകുന്നത് സ്ത്രീകളാണ്. വൾനറബിളായി പോകുന്നത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്, എസ്പെഷ്യലി ടീനേജേഴ്സ്. വളരെ വൾനറബിൾ ആണ് ഈ കാര്യത്തിൽ. ഈ ഒരു രീതിയിൽ പെട്ടുപോകാൻ ടീനേജേഴ്സ്, ഗേൾസ് ആൻഡ് ബോയ്സ് ബോത്ത്, രണ്ടു കൂട്ടരും വളരെ വൾനറബിൾ ആണ് ഈ ഒരു രീതിയിൽ. അതായത് എന്തോ ദൈവികതയാണ്, ആത്മീകതയാണെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം പാടാൻ കഴിവുള്ള പിള്ളേരെയൊക്കെ ഇവന്മാർ ഈ കൊയറിലും പരിപാടികളും ഇത്തരത്തിലൊക്കെ വിളിച്ച് കൊണ്ടുപോയി ഇവരെന്തോ ഭയങ്കര ആത്മീകതയും ദൈവതയാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് സാധ്യത കൂടുതൽ. അവിടെ ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന പിള്ളേരുണ്ടാവുമല്ലോ. ഇപ്പൊ വേറെ ഏതെങ്കിലും കാസ്റ്റിൽ നിന്ന് വന്ന കുട്ടികള്, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള്, അങ്ങനെ, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് കുത്തക്കേടൊക്കെ കാണിച്ചു നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഷുവർ ആ കൊച്ചുങ്ങളെ പിന്നെ ഒന്ന് നിരീക്ഷിച്ച അവരുടെ സ്വഭാവത്തിൽ വേറെ വ്യത്യാസങ്ങളുണ്ടാവും. ഒരു കൊച്ചിനെ ലൈംഗികമായി ചൂഷണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തും. നീ ഇത് പറയരുത്, നിന്റെ വീട്ടുകാരോട് പറഞ്ഞ നാണക്കേടായിരിക്കും, ഞാനിതെല്ലാരോടും പറയും, എന്നെ പിന്നെ എല്ലാരും രക്ഷപ്പെടുത്തും, ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടേ പോവുള്ളൂ. മറ്റൊരു വീട്ടിൽ കയറി ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് ഒരു ഭയമോ വെപ്രാളോ പേടിയോ ഒന്നുമില്ല. ഇവന്മാര് കോൺഫിഡന്റ് ആയിട്ട് ഭയോ വെപ്രാളോ, കാരണം കുട്ടികളുടെ സൈക്കോളജിക്ക് ഇവര് പഠിച്ചു കഴിഞ്ഞു. കാരണം കുട്ടികൾ വൾനറബിൾ ആണ്. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമോഷണൽ ഇമ്പാക്ട് ഇവർക്ക് ശരിക്കും അറിയും. ഇവർ ഒരാളൊന്നും അല്ലല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്കത് ശരിക്കും അറിയില്ലേ. പിന്നീട് ഞാൻ ഇത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്, ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ എന്നെ തന്നെ ഒന്ന് റീഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട്, അതായത് നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് സംഭവിച്ചത് ഇന്ന കാര്യങ്ങളാണ്, എവിടെയൊക്കെയാണ് എനിക്ക് പൊട്ടത്തെറ്റ് പറ്റിയത് എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ സ്വയം പഠിച്ച് ഞാൻ ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്ന നിങ്ങളെ വിളിക്കാൻ കാണിച്ച ധൈര്യമൊക്കെ ഇത്രയും വർഷങ്ങൾ എടുത്തു എനിക്ക് ഇതിലേക്കൊന്ന് വരാൻ. ഇത്രയും വർഷങ്ങള് 29 വയസ്സാകാൻ. ഇപ്പൊ ചിന്തിച്ചു നോക്കുക, എന്റെ യൗവനം, എന്റെ നല്ല പ്രായം മുഴുവനും ഈ ശവങ്ങളുടെ ഈ വൃത്തികെട്ട ഏർപ്പാട് കാരണം കാർന്ന് തിന്നുപോയി. നമ്മളൊരു സംഘർഷത്തില് നമ്മൾ ജീവിക്കുകയായിരുന്നു. മനസ്സിലായി. ഒരിക്കലും ഒരു ദൈവം വിചാരിച്ചാൽ പോലും, ഏതെങ്കിലും ഈ ദൈവം എന്ന് പറയുന്ന ഈ ശവം വിചാരിച്ച എന്റെ സമയം എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല ഇവനൊന്നും. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ നല്ല പ്രായവും, ഞാൻ നന്നായിട്ട് നിൽക്കണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത് നിൽക്കണ്ട, ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് എന്റെ ജീനിയസ് ഉപയോഗിക്കുന്ന പ്രായവും സമയവും നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ എല്ലാ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഇവന് എന്റെ നഷ്ടപ്പെട്ടു പോയ യൗവനം തിരിച്ചു തരാൻ പറ്റുമോ? ഇവര് പറയുന്നുണ്ട് ദൈവം എല്ലാം എനിക്ക് തിരിച്ചു തരുന്നു. ഒരിക്കലും പറ്റില്ല. ഇവ സമയം പുറകോട്ട് തിരിക്കുവോ? അതാണ് എനിക്ക് ഇവനോട് ഈ ദൈവം എന്ന് പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്തിലിട്ട് ഞാൻ ആദ്യം അടി. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ, ഇനി അഥവാ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അടി ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.